ഈ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ 9ാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ. 9ാമത്തെ സെഷനിലെ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത TH മോർഗൻ എന്ന സയന്റിസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹം ഡ്രോസോഫിലയിൽ ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് മെൻഡൽ പറഞ്ഞു ഡൈഹൈബ്രിഡ് ക്രോസ് ക്യാരി ഔട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു ലോ ആണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അതായത് രണ്ട് ജീൻസ് അത് ഇൻഡിപെൻഡന്റ്ലി സെപ്പറേറ്റ് ആവുകയും റാൻഡംലി റീജോയിൻ ചെയ്യുകയും ചെയ്ത് പേരന്റൽ ആൻഡ് നോൺ പേരന്റൽ കോമ്പിനേഷൻസ് 9:3:3:1 റേഷ്യോയിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്, റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ റൗണ്ട് യെല്ലോ അതേപോലെ തന്നെ അതിന്റെ F2 ജനറേഷനിൽ കേട്ടോ, റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ പ്ലാന്റ്സ് F2 ജനറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്തത് റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ ഇങ്ങനെയാണ്. അതിനകത്ത് റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോയും എന്താണ്, നോൺ പാരന്റൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ 16 പ്രോജനി പ്രൊഡ്യൂസ് ചെയ്തതിൽ 6 നോൺ പാരന്റൽ കോമ്പിനേഷൻ ആണ് വന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ലോ ആണ് ഈ ക്യാരക്ടേഴ്സ്, അതായത് സീഡ് ഷേപ്പും സീഡ് കളറും എന്ന ഒരു ക്യാരക്ടർ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് ആകുകയും റാൻഡംലി റീജോയിൻ ചെയ്ത് സൈഗോട്ടിൽ നോൺ പാരന്റൽ കോമ്പിനേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ പറഞ്ഞത്. കണ്ടോ, മെൻഡലിന്റെ എക്സ്പെരിമെന്റിൽ റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ F2 ജനറേഷനിൽ 9:3:3:1 റേഷ്യോയിൽ റൗണ്ട് യെല്ലോ 9, റൗണ്ട് ഗ്രീൻ 3, റിങ്കിൾഡ് യെല്ലോ 3, റിങ്കിൾഡ് ഗ്രീൻ 1 അങ്ങനെ കിട്ടി. അപ്പൊ ഈ 3 and 3 ഇത് റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോയും ആണ്. റൗണ്ട് ഗ്രീൻ ആൻഡ് റിങ്കിൾഡ് യെല്ലോ കണ്ട, നോൺ പാരന്റൽ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോയും റീകോമ്പിനൻസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്, നോൺ പാരന്റൽ കോമ്പിനേഷൻ ആണ്. അതിൽ നിന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്താണ് എന്ത്, ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ക്രോമസോം എന്തായിരുന്നു ജീൻ എന്തായിരുന്നു ഒന്നും അറിയില്ല. പക്ഷേ പിന്നീട് ഈ സട്ടൺ ആൻഡ് ബോവറി അവരുടെ എക്സ്പെരിമെന്റിൽ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവുന്നതിന്റെ ഒപ്പമാണ് ഈ അലീൽസ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതും ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതും എന്ന് അവർക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സ് 2 ഡിഫറെന്റ് ക്രോമസോമിലായി ഇരിക്കുന്നെങ്കിലാണ് ഇങ്ങനത്തെ നോൺ പാരന്റൽ കോമ്പിനേഷൻ അത്ര ഈസി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരേ ക്രോമസോമിൽ തന്നെ ഇരിക്കുന്നെങ്കിൽ അതെങ്ങനെയാണ് സെപ്പറേറ്റ് ആവുന്നത്? ക്രോമസോം മുറിഞ്ഞ് സെപ്പറേറ്റ് ആവുന്നില്ലല്ലോ. നമ്മൾ സെൽ ഡിവിഷൻ പഠിക്കുമ്പോൾ മിയോട്ടിക് ഡിവിഷനിലെ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന മിയോട്ടിക് ഡിവിഷനിലെ ആ ഹോമോലോഗസ് പെയർ ഉണ്ടായി അതിനകത്ത് ഓരോ ക്രോമസോമും സെപ്പറേറ്റ് ആയി ഹാപ്ലോയിഡ് സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഹോമോലോഗസ് പെയറിൽ, അല്ലേ? അപ്പോൾ ഒരു ക്രോമസോമിലിരിക്കുന്ന എല്ലാ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ജീൻസും ഒരു സെല്ലിനകത്തേക്കല്ലേ പോവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാമീറ്റിലെ ഒരു ക്രോമസോമിലിരിക്കുന്ന എല്ലാ ക്യാരക്ടറും ഒരേപോലെ തന്നെ ഉണ്ടാവും. അവിടെ നോൺ പാരന്റൽ കോമ്പിനേഷന്റെ പോസിബിലിറ്റിയേ ഇല്ല. എന്ന് പറഞ്ഞാൽ ഞാനത് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. സി ഹിയർ നമ്മൾ ഇപ്പോൾ പറഞ്ഞു മെൻഡലിന്റെ എക്സ്പെരിമെന്റ് വെച്ച് മെൻഡലിന്റെ ഈ ക്യാരക്ടേഴ്സ്, അതായത് റൗണ്ട് യെല്ലോ ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തല്ലോ. ആ റൗണ്ട് ക്യാരക്ടർ ഇരിക്കുന്ന 7th ക്രോമസോമിലാണ്. അപ്പൊ ഞാനിവിടെ 7th ക്രോമസോം വരയ്ക്കുന്നുണ്ട്. 7th ക്രോമസോമാണ് ദൈ വരച്ചു വെച്ചേക്കുന്നത്. അതേപോലെ ഈ 7th ക്രോമസോമിന്റെ ഹോമോലോഗസ് പെയർ ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ഇത് 7th ക്രോമസോമിന്റെ ഹോമോലോഗസ് പെയർ ആണ്. അതേപോലെ ഇനി അടുത്തത് ഫസ്റ്റ് ക്രോമസോമിലായിരിക്കുന്നത്, അതായത് യെല്ലോ കളറിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സീഡ് കളറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് ക്രോമസോമിലായിരിക്കുന്നത്. ഫസ്റ്റ് ക്രോമസോമിന് കുറച്ച് നീളം കൂടുതൽ വരയ്ക്കാം, കാരണം ഫസ്റ്റ് ക്രോമസോമിന് ശരിക്കും നീളം കൂടുതലുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്രോമസോം ഇങ്ങനെ ഇതാണ് ഫസ്റ്റ് ക്രോമസോം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ 2 ക്രോമസോം ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് സെപ്പറേറ്റ് ആവുന്ന നേരത്ത് ഇത് റൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് ഇങ്ങോട്ടേക്കും പോവും, യെല്ലോവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇത് ഇങ്ങോട്ടേക്കും പോവും. അതേപോലെ തന്നെ റിങ്കിൾഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ സ്മോൾ ആർ താഴത്തേക്കും പോവും, അതുപോലെ ഈ ഗ്രീനിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ വൈയും താഴത്തേക്ക് പോകും. അപ്പൊ ഈ റൗണ്ട് ചിലപ്പോൾ ഈ ഗ്രീനിന്റെ കൂടെയും കൂടാം, ഈ റിങ്കിൾഡ് ഈ യെല്ലോന്റെ കൂടെയും കൂടാം. കാരണം ഇത് നേരെ തിരിച്ചു പറയുകയും ചെയ്യാലോ. ഈ പറയുന്ന സാധനം നേരെ തിരിച്ച് ക്യാപിറ്റൽ വൈ താഴെയും സ്മോൾ വൈ മേലെയും വരാം. അങ്ങനെയാവുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ കോമ്പിനേഷൻ വരെയും ഗ്യാമീറ്റ് ഫോർമേഷൻ നടക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇത് ഒരേ ക്രോമസോമിലായിരിക്കുന്നതെന്നിരിക്കട്ടെ, യു ജസ്റ്റ് ഇമാജിൻ ദിസ് ഇസ് പ്രസന്റ് ഇൻ ദ ഫസ്റ്റ് ക്രോമസോം ഇറ്റ്സെൽഫ്. ഇത് രണ്ടും ഫസ്റ്റ് ക്രോമസോമിലായിരിക്കുന്നതെന്നിരിക്കട്ടെ. ഫസ്റ്റ് ക്രോമസോമാണ് ഞാൻ ദൈ വരച്ചു വെച്ചേക്കുന്നത് കേട്ടോ. ഈ ഫസ്റ്റ് ക്രോമസോമിന്റെ ഹോമോലോഗസ് പെയറാണ് ദൈ വരച്ചു വെച്ചേക്കുന്നത്. ഈ ഫസ്റ്റ് ക്രോമസോമിൽ ഇരിക്കുന്ന ഈ 2 ജീൻ, ഫസ്റ്റ് ക്രോമസോമിൽ ഇരിക്കുന്ന പൊസിഷൻ, see here,
ഇത് അതിൻ്റെ ഷേപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതും ഇത് അതിൻ്റെ കളറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതുമായിരിക്കട്ടെ. അപ്പോൾ ഷേപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് റൗണ്ടും അതേപോലെ കളറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് യെല്ലോ അല്ലെങ്കിൽ റിങ്കിൾഡ് ആൻഡ് ഗ്രീൻ അല്ലേ, ഇങ്ങനെയേ വരുള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഇത് തമ്മിൽ സെപ്പറേറ്റ് ആയി പോകും. ഇത് ഇങ്ങോട്ടൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ റൗണ്ട് യെല്ലോവും കൂടെ എപ്പോഴും ഒരുമിച്ച് നിൽക്കുള്ളൂ. അതേപോലെ തന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ റിങ്കിൾഡും ഗ്രീനും കൂടെ എപ്പോഴും ഒരുമിച്ചാണ് നിൽക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോമിൽ എന്തായാലും ഒരു ജീൻ അല്ല ഉണ്ടാവുള്ളൂ, ഒന്നിൽ കൂടുതൽ ജീൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്രോമസോമിൽ തന്നെയാണ് 2 ജീൻ ഇരിക്കുന്നതെങ്കിൽ അതെങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആവും? ആ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പറയുമ്പോൾ നമ്മൾ ഈ ഫാക്ടർ ഒരു ക്രോമസോമിൽ ഇരിക്കുന്നതാണ്. ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവുമ്പോഴാണ് ഈ ഫാക്ടേഴ്സ് സെപ്പറേറ്റ് ആവുന്നതെന്നൊക്കെ പറഞ്ഞു. അത് തിയററ്റിക്കലി നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ക്രോമസോമിൽ ഒരുപാട് ജീൻസ് ഉണ്ടാവും. അപ്പോൾ അടുത്തടുത്തിരിക്കുന്ന ജീൻസ് എങ്ങനെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡ്രോസോഫിലയിൽ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം സെലക്ട് ചെയ്തത് ഡ്രോസോഫില മെലാനോഗാസ്റ്റർ എന്ന ഫ്രൂട്ട് ഫ്ലൈനെയാണ്. അതേപോലെ അദ്ദേഹം അതിനകത്ത് കൺസിഡർ ചെയ്ത 2 ജീൻ എക്സ് ക്രോമസോമിലാണ് ഇരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആ ഡയഗ്രാം നോക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഡയഗ്രാം നോക്കിയിട്ട് പഠിക്കാം. സോ ഹിയർ ഐ എം ടേക്കിംഗ് ദ നെക്സ്റ്റ് പേജ്. ഇത് നോക്കിക്കേ, ഈ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് ക്രോസ് എയും ഇത് ക്രോസ് ബിയും ആണ്. ഈ ക്രോസ് എയിൽ അദ്ദേഹം കൺസിഡർ ചെയ്ത ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ദ ബോഡി കളർ ആൻഡ് ഐ കളറാണ്. യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐ ആൻഡ് ബ്രൗൺ ബോഡീഡ് ആൻഡ് റെഡ് ഐ, അങ്ങനെയാണ് അദ്ദേഹം കൺസിഡർ ചെയ്തത്. യെല്ലോ ബോഡി, വൈറ്റ് ഐ, ബ്രൗൺ ബോഡി, റെഡ് ഐ. കണ്ടോ, ഈ 2, അതായത് ഐ കളറിനെയും സ്കിൻ കളറിനെയും അല്ലെങ്കിൽ അവരുടെ ബോഡി കളറിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരേ ക്രോമസോമിലിരിക്കുന്ന ജീൻ തന്നെയാണ്. അത് എക്സ് ക്രോമസോമിലിരിക്കുന്ന ജീനാണെന്ന് അവർക്കറിയാം കേട്ടോ. എക്സ് ക്രോമസോമിലിരിക്കുന്ന ജീനാണ് ഐ കളറിനെയും ബോഡി കളറിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. ഐ കളറിനെയും ബോഡി കളറിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ജീനിന് അവർ YW എന്ന് നെയിം ചെയ്തു. Y എന്ന് പറയുന്നത് ബോഡി കളറും W എന്ന് പറയുന്നത് ഐ കളറും ആണ്. അതേപോലെ തന്നെ അതിന്റെ ഡോമിനന്റ് ക്യാരക്ടറാണ് ബ്രൗൺ ബോഡി റെഡ് ഐ. അപ്പോൾ അതിന് Y+ എന്ന് കൊടുത്തു ഡോമിനന്റിന്, ആൻഡ് W+ എന്ന് കൊടുത്തു വൈറ്റിന്റെ ഡോമിനന്റ് ആയിട്ടുള്ള റെഡിന്. അപ്പോൾ ഇത് ബ്രൗൺ ബോഡിയും റെഡ് ഐയും ആണ്. ഇനി നമുക്കറിയാലോ, എപ്പോഴും ഒരു റിസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഹോമോസൈഗസ് കണ്ടീഷനിലായിരിക്കും. അതേസമയം ഒരു ഡോമിനന്റ് ക്യാരക്ടർ ഹോമോസൈഗസ് കണ്ടീഷനിലും ഹെട്രോസൈഗസ് കണ്ടീഷനിലും എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു എക്സ്പെരിമെന്റൽ ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു പ്യുവർ ബ്രീഡിംഗ് ലൈനെ വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെൽഫ് ഫെർട്ടിലൈസേഷൻ വല്ലതും നടക്കുമോ? ഇല്ല, സെൽഫ് ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ക്രോമസോം ആണ് നമ്മുടെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് എന്നൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താണെന്നറിയോ, ഫീമെയിൽ ഡ്രോസോഫിലേക്ക് 2 എക്സ് ക്രോമസോമോ ഉള്ളെങ്കിൽ മെയിൽ ഡ്രോസോഫിലേക്ക് ഒരൊറ്റ എക്സ് ക്രോമസോമേ ഉള്ളൂ. അപ്പോൾ മെയിൽ ഡ്രോസോഫില എന്ന് പറയുന്നത് എക്സ് ക്രോമസോമിന് ഹെമിസൈഗസ് ആണ്. അതായത് അതിന്റെ പകുതി ഹാപ്ലോയിഡ് മാത്രമാണ് എക്സ് ക്രോമസോം, ഒരൊറ്റ എക്സ് ക്രോമസോം ഉള്ളൂ. സോ ഹിയർ മെയിൽ ഡ്രോസോഫില ഈസ്, നമുക്ക് ഇങ്ങനെ പറയാം, മെയിൽ ഡ്രോസോഫില എന്ന് പറയുന്നത് ഹെമിസൈഗസ് ടു എക്സ് ക്രോമസോം. ഇനി ഞാനിത് സെന്റൻസ് ബൈ സെന്റൻസ് പറഞ്ഞു തരാം കേട്ടോ. അതിനുമുമ്പ് ഞാൻ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ സെന്റൻസ് ബൈ സെന്റൻസ് പറഞ്ഞുതരാം. അപ്പോൾ മെയിൽ ഡ്രോസോഫില ഹെമിസൈഗസ് ടു എക്സ് ക്രോമസോം ആണ്. എക്സ് ക്രോമസോം ഒന്നേ ഉള്ളൂ മെയിൽ ഡ്രോസോഫിലേക്ക്. അപ്പോൾ ഇവരുടെ കേസിൽ നമുക്ക് പ്യൂരിറ്റിക്ക് വറി ചെയ്യേണ്ടല്ലോ. കാരണം എന്താ, ഹെമിസൈഗസ് കണ്ടീഷനിൽ ഒരൊറ്റ അലീല് മാത്രമേ ഒരു പർട്ടിക്കുലർ ജീനിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലെ. ഈ വൈക്കും ഡബ്ല്യൂക്കും 2 അലീല് നമ്മളിവിടെ കാണുന്നുണ്ടോ? ഇല്ല, ഇതതിന്റെ എക്സ് ക്രോമസോമോ ഇതതിന്റെ വൈ ക്രോമസോമോ. അപ്പോൾ ഇത് പ്യുവർ ആയിരിക്കും. ഇത് എന്ത് ക്യാരക്ടറാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? എക്സ് ക്രോമസോമിലുള്ള എന്ത് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്താലും അത് ആ ക്യാരക്ടറിന്റെ പ്യൂരിറ്റിയാണ്. അത് ക്യാരക്ടർ പ്യുവർ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കും. അതിനകത്തൊരു മിക്സപ്പും കാണില്ല. അതായത് ഇപ്പോൾ റെഡ് ഐ ആണ്, അതുപോലെ തന്നെ ബ്രൗൺ ബോഡി ആണെങ്കിൽ ആ ബ്രൗൺ ബോഡീനെ റെപ്രസെന്റ് ചെയ്യുന്ന Y+ഉം അതുപോലെ തന്നെ റെഡ് ഐനെ റെപ്രസെന്റ് ചെയ്യുന്ന W+ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ Y+, Y W+, W എന്നുള്ള ഹെട്രോസൈഗസ് കണ്ടീഷൻ അവിടെ വരികയില്ല. കാരണം അവർക്ക് 2 ഓൾട്ടർനേറ്റ് അലീലില്ല എക്സ് ക്രോമസോമിന്. കാരണം എക്സ് ക്രോമസോം ഒന്നേ ഉള്ളൂ. ആ ഒരു പോയിന്റ് മനസ്സിലായി എന്ന്
വിചാരിക്കുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തറിയോ, ഈ ഡ്രോസോഫിലേനെ സെലക്ട് ചെയ്തപ്പോൾ ഫീമെയിൽ ഡ്രോസോഫിലേനെ റിസസീവ് പാരന്റ് ആയിട്ടും മെയിൽ ഡ്രോസോഫിലേനെ ഡോമിനന്റ് പാരന്റ് ആയിട്ടും സെലക്ട് ചെയ്തു. അതായത് ഫീമെയിൽ ഡ്രോസോഫിലേക്ക് റിസസീവ് ക്യാരക്ടർ, അതിന്റെ ബോഡി കളറും ഐ കളറും റിസസീവ് ക്യാരക്ടർ ആയിട്ടുള്ള യെല്ലോ ബോഡിയും വൈറ്റ് ഐയും സെലക്ട് ചെയ്തു. അതാണ് YW കണ്ടെയ്നിങ്, Y യെല്ലോ ബോഡി, W വൈറ്റ് ഐ. അതിന്റെ ഡോമിനന്റ് ക്യാരക്ടർ ആണ് ബ്രൗൺ ബോഡി റെഡ് ഐ. അത് മെയിലാണ് സെലക്ട് ചെയ്തത് പാരന്റ് ആയിട്ട്. സോ പാരന്റൽ കോമ്പോസിഷൻ വെൻ വി സീ ഹിയർ, ഈ ഹോമോസൈഗസ് ഇൻഡിവിജ്വൽ റിസസീവ് ഇൻഡിവിജ്വൽ ആയിട്ട് ഫീമെയിലിനെ, ഡോമിനന്റ് ഇൻഡിവിജ്വൽ ഹെമിസൈഗസ് കണ്ടീഷൻ ആയിട്ട് മെയിലിനെയും സെലക്ട് ചെയ്തു. ഡ്യൂറിങ് ദ ഗ്യാമീറ്റ് ഫോർമേഷൻ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ എഗ്ഗിലും അതിന്റെ ബോഡി കളറിനെയും ഐ കളറിനെയും റെപ്രസെന്റ് ചെയ്യുന്ന അലീൽസ് എപ്പോഴും വൈയും ഡബ്ല്യു മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്, അവർക്ക് YW എന്ന രണ്ട് അലീൽസ് ആണ്, രണ്ട് ജീൻസ് അതിന്റെ റിസസീവ് ഫോമിലാണ് 2 X ക്രോമസോമിലും കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ എഗ്ഗിനകത്തും എന്തായിരിക്കും ഉണ്ടാവുക, എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇവരിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗ് അതിന്റെ ഗ്യാമീറ്റ്സ് വന്നിട്ട്, ഞാനിവിടെ എഴുതാം കേട്ടോ, ഗ്യാമീറ്റ്സ് വന്നിട്ട് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലുള്ള ഗ്യാമീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് വൈയും ഉണ്ടാവും, അതേപോലെ തന്നെ ഡബ്ല്യുവും ഉണ്ടാവും, അവരുടെ ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് യെല്ലോ ബോഡി വൈറ്റ് ഐ. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ് എങ്ങനെയായിരിക്കും, 2 തരത്തിലുള്ള ഗ്യാമീറ്റ് ഉണ്ടാവും. ഒന്ന് X ക്രോമസോം കണ്ടെയ്നിങ് ഗ്യാമീറ്റും ഉണ്ടാവും, ഒന്ന് Y ക്രോമസോം കണ്ടെയ്നിങ് ഗ്യാമീറ്റും ഉണ്ടാവും. അല്ലെ, X ക്രോമസോം കണ്ടെയ്നിങ് ഗ്യാമീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ Y+W+ ആണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ ഐ കളറിനെയും ബോഡി കളറിനെയും ഐ കളറിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ബ്രൗൺ ബോഡി റെഡ് ഐ, ഈ Y ക്രോമസോമും ഉണ്ടാവും. ഇനി ഇവർ തമ്മിൽ ക്രോസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കിക്കേ, ഈ എഗ്ഗ് വന്നിട്ട് ഈ സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്ത, അതായത് സ്പേം വിച്ച് കണ്ടെയ്ൻ X ക്രോമസോമുമായിട്ട് ഫ്യൂസ് ചെയ്ത F1 ജനറേഷനിൽ ഉണ്ടാകുന്ന പ്രോജനി എങ്ങനെയായിരിക്കും, YW കണ്ടെയ്നിങ് X ക്രോമസോം ഓഫ് എഗ്ഗ് ജോയിൻ വിത്ത് Y+W+ കണ്ടെയ്നിങ് X ക്രോമസോം കണ്ടെയ്നിങ് സ്പേം ഓഫ് ഡ്രോസോഫില ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ വൈൽഡ് ടൈപ്പ് അല്ലെങ്കിൽ ഡോമിനന്റ് ടൈപ്പ് ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഈ ഫീമെയിൽ എന്താണെന്ന് നമുക്കറിയാം, ഓൾറെഡി ഇത് ഹെട്രോസൈഗസ് ആണെന്ന് നമുക്കറിയാം. കാരണം എന്താണ്, ഈ ഹോമോസൈഗസ് ആയിട്ടുള്ള ഫീമെയിലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത റിസസീവ് ടൈപ്പ് ഓഫ് YW അത് മെയിലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത സ്പേമിലെ X ക്രോമസോം കണ്ടെയ്ൻ ചെയ്യുന്ന ഡോമിനന്റ് അലീൽസ് ഉള്ള Y+W+ ഉള്ള സ്പേമുമായിട്ടാണ് കമ്പൈൻ ചെയ്തേക്കുന്നത് നമുക്കറിയാലോ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫീമെയിൽ പ്രോജനി അത് വൈൽഡ് ക്യാരക്ടർ അല്ലെങ്കിൽ ബ്രൗൺ ബോഡി റെഡ് ഐ ആണ് കാണിക്കുന്നതെങ്കിൽ കൂടി നമുക്കറിയാം ഈ F1 ജനറേഷനിൽ ഈ പ്രോജനി വന്നിട്ടൊരു ഹൈബ്രിഡ് ആണ്, അല്ലെങ്കിൽ അതൊരു ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഇത് ഈ Y ക്രോമസോമുമായിട്ട് ജോയിൻ ചെയ്യണമെങ്കിലോ YW കണ്ടെയ്നിങ് X ക്രോമസോം കണ്ടെയ്നിങ് എഗ് when it join with Y chromosome containing sperm it will produce yellow bodied വൈറ്റ് ഐ റിസസീവ് മെയിൽ. കണ്ടോ, അപ്പൊ F1 ജനറേഷനിൽ ആദ്യം ഉണ്ടായിരുന്ന ഡോമിനന്റ് മെയിൽ വന്നിട്ട് റിസസീവ് മെയിലായിട്ട് മാറി. അതായത് റിസസീവ് മെയിൽ എന്നൊരു പ്രോജനിയാണ് ഉണ്ടായത്. ഇതിങ്ങോട്ട് കൺവേർട്ട് ചെയ്തെന്നല്ലട്ടോ പറയണേ, ഇവർക്ക് 2 പേർക്കും ഉണ്ടായ കുഞ്ഞുങ്ങളിൽ എല്ലാ ഫീമെയിലും എങ്ങനെയായിരിക്കും, അത് ഡോമിനന്റ് ക്യാരക്ടർ കാണിക്കുന്നതായിരിക്കും. അതായത് റെഡ് ഐ ബ്രൗൺ ബോഡി കാണിക്കുന്നതായിരിക്കും. എല്ലാ മെയിലും എങ്ങനെയായിരിക്കും, യെല്ലോ ബോഡി വൈറ്റ് ഐ കാണിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലായി. അപ്പോൾ F1 ജനറേഷനിൽ നമുക്ക് ഒരു ഫീമെയിൽ പ്രോജനി അത് ഡോമിനന്റ് ഹെട്രോസൈഗസും കിട്ടി, F1 ജനറേഷനിൽ ഒരു റിസസീവ് ഹെമിസൈഗസ് മെയിൽ പ്രോജനിയും കിട്ടി, ആ ബോഡി കളറിനെയും ഐ കളറിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവർ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുന്നതല്ലേ F2 ജനറേഷൻ എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, മെൻഡേലിയൻ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വെച്ച് നമുക്ക് 9:3:3:1 ബ്രൗൺ ബോഡി റെഡ് ഐയും അതുപോലെ തന്നെ ബ്രൗൺ ബോഡി വൈറ്റ് ഐയും അതുപോലെ തന്നെ യെല്ലോ ബോഡി റെഡ് ഐയും അതുപോലെ യെല്ലോ ബോഡി വൈറ്റ് ഐയും കിട്ടണം. അതായത് ഞാൻ പറഞ്ഞുതരാം. സി ഹിയർ നമ്മൾ മെൻഡേലിയൻ ക്രോസ് അനുസരിച്ച് ഇവിടെ ഉണ്ടാകേണ്ട പ്രോജനീസ് 9:3:3:1 ആണ് അല്ലെ. ഈ 9:3:3
9:3:1 ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇത് ബ്രൗൺ ബോഡി റെഡ് ഡൈ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഇതെന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബ്രൗൺ ബോഡി വൈറ്റ് ഐ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇതെന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യെല്ലോ ബോഡി ആൻഡ് റെഡ് ഐ ആയിരിക്കണം ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇതാണെങ്കിലോ ഇത് യെല്ലോ ബോഡി വൈറ്റ് ഐ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പൊ ഇത് രണ്ടും പേരന്റലാണ്. അപ്പൊ ഇതെന്താണ്? ഈ സെന്ററിൽ കാണുന്ന ബ്രൗൺ വൈറ്റും യെല്ലോ റെഡും എന്താണ്? റീകോമ്പിനൻസ് ആണ്. അപ്പൊ 9:3:3:1 റേഷ്യോയിൽ ഇങ്ങനെ കിട്ടണം എന്നാണ് മെൻഡലിന്റെ എക്സ്പെരിമെന്റ് വെച്ചിട്ട്. പക്ഷെ നമുക്കറിയാലോ ഈ ജീൻ ഇരിക്കുന്നത് എവിടെയാ? ഒരു ക്രോമസോമിൽ തന്നെ ഈ രണ്ട് ജീനും ഇരിക്കുന്നത്. അതുകൊണ്ട് അത്ര സെഗ്രിഗേഷൻ ഈസി ആവില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ ഇനി ഇതിൽ നിന്ന് ഗ്യാമീറ്റ്സ് ഫോം ചെയ്താൽ എങ്ങനെയൊക്കെ ഗ്യാമീറ്റ് ഫോം ചെയ്യാം നോക്കിയേ. ഇവിടുത്തെ ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ഗ്യാമീറ്റ് ഫോർമേഷൻ ദാ ഇവിടെ നടക്കുമ്പോൾ എങ്ങനത്തെ ഏതൊക്കെ തരത്തിലുള്ള ഗ്യാമീറ്റ് ഉണ്ടാവാം? ഇതിന്റെ ഗ്യാമീറ്റ് ഫോർമേഷൻ നമുക്ക് അവിടെ വരച്ചു നോക്കാം. ഇത് ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിനകത്ത് ഒന്ന് യെല്ലോ ബോഡി വൈറ്റ് ഐ ഉള്ള അല്ലെങ്കിൽ YW ഉള്ള എക്സ് ക്രോമസോം കണ്ടെയ്നിങ് ചെയ്യുന്ന എഗ്ഗായിരിക്കും. ഒന്ന് Y+W+ ജീൻ കണ്ടെയ്നിങ് ചെയ്യുന്ന എഗ് ആയിരിക്കും. അപ്പൊ കണ്ടോ ഇതേപോലത്തെ രണ്ട് തരത്തിലുള്ള എഗ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതെങ്ങനെയായിരിക്കും? ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു എക്സ് ക്രോമസോം കണ്ടെയ്നിങ് സ്പെർമും അതേപോലെ തന്നെ ഒരു Y ക്രോമസോം കണ്ടെയ്നിങ് സ്പെർമും ആയിരിക്കും. നമുക്കറിയാം എക്സ് ക്രോമസോം കണ്ടെയ്നിങ് സ്പെർമില് YW ജീനാണ് ഇരിക്കുന്നത്. അതായത് അത് റിസസീവ് ആണല്ലോ. അപ്പൊ YW ആയിരിക്കും ഇരിക്കുന്നത്. ഇനി ഇവര് തമ്മിൽ ക്രോസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ? ഇത് തമ്മിലാണ് ക്രോസ് ചെയ്യുന്നത് YYWW കണ്ടീഷൻ വരും. അതായത് ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുക. യെല്ലോ ബോഡി വൈറ്റ് ഐ. അതേസമയം ഇവര് തമ്മിലാണോ ക്രോസ് ചെയ്യണമെങ്കിലോ Y+Y ആൻഡ് W+W ഫോം ചെയ്യും. അതായത് ഹെട്രോസൈഗസ് ഡോമിനന്റ് വെറൈറ്റി. അതായത് ബ്രൗൺ ബോഡി ആൻഡ് റെഡ് ഐ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇത് തമ്മിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിലോ അന്നേരം YW മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു മെയിലാണ്. ഇതെന്തായിരിക്കണം? റിസസീവ് മെയിലായിരിക്കും. അതേപോലെ തന്നെ ഇതാണ് ക്രോസ് ചെയ്യുന്നതെങ്കിലോ Y+W+ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മെയിലായിരിക്കും. അതായത് ഇവിടെ ഈ മെയിൽ വന്നിട്ട് ഡോമിനന്റ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ക്യാരക്ടർ നോക്കിയേ, യെല്ലോ വൈറ്റ്. ഇതെന്താ പ്രൊഡ്യൂസ് ചെയ്യുക? യെല്ലോ വൈറ്റ്. ഇതെന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ബ്രൗൺ റെഡ് അല്ലെ. ബ്രൗൺ റെഡ്. അപ്പൊ ഇതെന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ഇതും യെല്ലോ വൈറ്റ്. ഇതെന്താ പ്രൊഡ്യൂസ് ചെയ്യുക? താഴത്തെ അത് ബ്രൗൺ റെഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താ? ഇവിടെ യെല്ലോ റെഡും വന്നിട്ടില്ല, ബ്രൗൺ വൈറ്റും വന്നിട്ടില്ല അല്ലെ. ബ്രൗൺ വൈറ്റും ഇല്ല, യെല്ലോ റെഡും ഇല്ല. അങ്ങനെയാണ് നമുക്ക് തിയററ്റിക്കലി ഇത് കിട്ടുന്നത്. ഇതിപ്പോ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഷുഡ് നോട്ട് ബി എനി റീകോമ്പിനൻസ് ബിക്കോസ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സെയിം ക്രോമസോം. കാരണം ഈ ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ആവുന്ന ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആവുന്ന സമയത്താണ് ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ആവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും ഇത് ഒരു ക്രോമസോമിൽ ഇരിക്കുന്നതായതുകൊണ്ട് എന്തായാലും ഇത് സെഗ്രിഗേറ്റ് ആവില്ല എന്നൊരു കൂട്ടലിലാണ് TH മോർഗൻ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സർപ്രൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ റേഷ്യോ എന്താണെന്നറിയോ? പേരന്റൽ ടൈപ്പ് 98.7% കിട്ടിയപ്പോൾ റീകോമ്പിനന്റ് ടൈപ്പ് 1.3% കിട്ടി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ ഈ ഡ്രോസോഫില കുഞ്ഞുങ്ങളിൽ നിന്ന്, അതായത് ഈ F2 ജനറേഷനിൽ കിട്ടിയ കുഞ്ഞുങ്ങളിൽ നിന്ന് 1000 ഡ്രോസോഫിലേക്ക് 13 ഡ്രോസോഫില റീകോമ്പിനന്റും ബാക്കിയെല്ലാം പേരന്റൽ ടൈപ്പും ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 1.3% റീകോമ്പിനന്റ് കിട്ടി. അതെങ്ങനെയായിരിക്കാം ഈ 1.3% റീകോമ്പിനന്റ് കിട്ടിയത് എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന് സർപ്രൈസ് ചെയ്യിപ്പിച്ചുകൊണ്ട് 98.7% പേരന്റലും 1.3% റീകോമ്പിനന്റും കിട്ടിയെന്ന് പറഞ്ഞു. എങ്ങനെയായിരിക്കാം ഇത് കിട്ടിയതെന്ന് നമുക്ക് ആദ്യം പേരന്റൽ ടൈപ്പ് 98.7% എങ്ങനെ വന്നു എന്ന് നോക്കാം. എന്നിട്ട് റീകോമ്പിനന്റ് ടൈപ്പ് 1.3% എങ്ങനെ വന്നു എന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ആദ്യം നോക്കാൻ പോകുന്നത് ഈ പേരന്റൽ ടൈപ്പ് എങ്ങനെ ഫോം ചെയ്തു എന്നാണ് കേട്ടോ. ഞാനിവിടെ ഒരു വര വരയ്ക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കിയേ വേണ്ട, നമുക്ക് നോക്കേണ്ട ഏതാണ്? ഈ ഒരു ഭാഗം. ഇത് കഴിയട്ടെ, എന്നിട്ട് നമുക്കിത് നോക്കാം കേട്ടോ. എങ്ങനെയാണ് പേരന്റൽ ടൈപ്പ്
98.7% വന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവരെങ്ങനെയാണ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ F1 പ്രോജനിയിൽ നിന്ന് ഉണ്ടായ ഗ്യാമീറ്റ്, അതായത് ഈ ഫീമെയിൽ ഡ്രോസോഫില പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാമീറ്റും മെയിൽ ഡ്രോസോഫില പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റും, അതായത് ഫീമെയിൽ ഡ്രോസോഫില പ്രൊഡ്യൂസ് ചെയ്ത എഗ്ഗും മെയിൽ ഡ്രോസോഫില പ്രൊഡ്യൂസ് ചെയ്ത സ്പേംസും എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫീമെയിൽ ഡ്രോസോഫില പ്രൊഡ്യൂസ് ചെയ്ത എഗ്ഗ് നോക്കാം. ഫീമെയിൽ ഡ്രോസോഫില പ്രൊഡ്യൂസ് ചെയ്ത എഗ്ഗിനകത്ത് എല്ലാത്തിനകത്തും എക്സ് ക്രോമസോം ആയിരിക്കും. പക്ഷേ ആ എക്സ് ക്രോമസോമിൽ ഇരിക്കുന്ന YW ജീനിന് വ്യത്യാസം ഉണ്ടാവും. എക്സ് ക്രോമസോമിൽ YW എന്നീ ജീൻസ് അത് രണ്ടും എന്താണ്, റിസസീവ് ആണ്. സ്മോൾ വൈയും സ്മോൾ ഡബ്ല്യു ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിനകത്ത് Y+W+ ആണ് ഈ ഒരു ഇതിനകത്ത് കാണുന്നത്, അതായത് ഈ ഒരു എക്സ് ക്രോമസോം കണ്ടെയ്നിങ് എഗ്ഗിനകത്ത്. ഇനി ഇതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിൽ ഒന്നുപോലെ എക്സ് ക്രോമസോം ആയിരിക്കാം ഉണ്ടാവുക, അതല്ലെങ്കിൽ Y ക്രോമസോം ആയിരിക്കാം ഉണ്ടാവുക. എക്സ് ക്രോമസോം ആണെങ്കിൽ അതിനകത്ത് YW ജീനായിരിക്കും ഉണ്ടാകുന്നത്, ബോഡി കളറിനെയും ഐ കളറിനെയും റെപ്രസെന്റ് ചെയ്തിട്ട്. ഇനി നോക്കിയേ, ഈ Y+W+ ഈ Y ക്രോമസോമുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഈ പ്രോജനി ഉണ്ടായത് അല്ലേ. ഈ പ്രോജനി ഉണ്ടായത് ഈ Y+W+ ഇതുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ഈ പ്രോജനി എങ്ങനെ ഉണ്ടായത് നോക്കിയേ, YW Y ക്രോമസോമുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ്. YW ഈ Y ക്രോമസോമുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായി, YW കണ്ടെയ്നിങ് എക്സ് ക്രോമസോം Y ക്രോമസോമുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ ഒരു മെയിൽ റിസസീവ് ഡ്രോസോഫില ഉണ്ടായി. അതായത് യെല്ലോ ബോഡി വൈറ്റ് ഐ ഉള്ള മെയിൽ ഡ്രോസോഫില, അതുപോലെ ഇവിടെ ബ്രൗൺ ബോഡി റെഡ് ഐ ഉള്ള മെയിൽ ഡ്രോസോഫില ഉണ്ടായി. ഇനി ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതിന്റെ കേസിൽ Y+W+ YW കണ്ടെയ്നിങ് അല്ലെങ്കിൽ എക്സ് ക്രോമസോം കണ്ടെയ്നിങ് സ്പെർമുമായിട്ട് ഫ്യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെയൊരു ഫ്യൂഷൻ നടന്നപ്പോൾ ഇങ്ങനെയൊരു കോമ്പിനേഷൻ ഉണ്ടായി. ഇതെങ്ങനെയാണ്, ഒരു ഹെട്രോസൈഗസ് ഫീമെയിൽ ഡ്രോസോഫിലയാണ്, പക്ഷേ അത് വൈൽഡ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. അതായത് ബ്രൗൺ ബോഡി റെഡ് ഐ. അതേപോലെ തന്നെ if these two are joined together, YW and YW കണ്ടീഷൻ വന്നു അല്ലേ. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഹോമോസൈഗസ് റിസസീവ് ഫീമെയിലും ഉണ്ടായി. അപ്പോൾ എങ്ങനെയാ ഈ ഒരു പേരന്റൽ കോമ്പോസിഷൻ, പേരന്റൽ ടൈപ്പ് 98.7% ഉണ്ടായതെന്ന് മനസ്സിലായല്ലോ കേട്ടോ. പേരന്റൽ ടൈപ്പ് 98.7% ഉണ്ടായത് ഇങ്ങനെയാണ്. അതായത് ഗ്യാമീറ്റ്സ് ഉണ്ടായപ്പോൾ, ഗ്യാമീറ്റ്സ് സെഗ്രിഗേറ്റ് ചെയ്തപ്പോൾ ഈ ഫീമെയിൽ ഡ്രോസോഫില പ്രൊഡ്യൂസ് ചെയ്ത എഗ്ഗിനകത്ത് എക്സ് ക്രോമസോം, എല്ലാത്തിനകത്തും എക്സ് ക്രോമസോമാണ്. പകുതി എഗ്ഗിനകത്ത് YW കണ്ടെയ്നിങ് എക്സ് ക്രോമസോം, പകുതി എഗ്ഗിനകത്ത് Y+W+ കണ്ടെയ്നിങ് എക്സ് ക്രോമസോമും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ ഫീമെയിലിനകത്ത് പകുതി സ്പേമിൽ YW കണ്ടെയ്നിങ് എക്സ് ക്രോമസോമും പകുതി സ്പേമിനകത്ത് Y ക്രോമസോമും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ YWയും കൂടെ കൂടിയിട്ട് ഒരു ഹോമോലോഗസ് റിസസീവ് ഫീമെയിൽ ഉണ്ടായി. അതേപോലെ ഈ YWയും ഈ Y ക്രോമസോമും കൂടി കൂടിയിട്ട് ഒരു റിസസീവ് മെയിലും ഉണ്ടായി. Y+W+ഉം YWയും കൂടി കൂടിയിട്ട് ഒരു ഹെട്രോസൈഗസ് ഡോമിനന്റ് ഫീമെയിൽ ഉണ്ടായി. അതേപോലെ Y+W+ഉം Yയും കൂടി കൂടിയിട്ട് ഒരു ഡോമിനന്റ് മെയിലും ഉണ്ടായി. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിനകത്തൊക്കെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ബ്രൗൺ ബോഡി വൈറ്റ് ഐ, ബ്രൗൺ ബോഡി റെഡ് ഐ, യെല്ലോ ബോഡി വൈറ്റ് ഐ, ബ്രൗൺ ബോഡി റെഡ് ഐ, യെല്ലോ ബോഡി വൈറ്റ് ഐ. ഇതിനകത്ത് ബ്രൗൺ ബോഡി വൈറ്റ് ഐയും കിട്ടുന്നില്ല, യെല്ലോ ബോഡി റെഡ് ഐയും കിട്ടുന്നില്ല. അതായത് നോൺ പാരന്റൽ കോമ്പിനേഷൻ കിട്ടുന്നേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ റീകോമ്പിനൻസ് പ്രൊഡ്യൂസ് ചെയ്തത്? 98.7% നമുക്ക് എക്സ്പെക്ട് ചെയ്ത പോലത്തെ റിസൾട്ടാണ് കിട്ടിയത്. പക്ഷേ നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിച്ചുകൊണ്ട് 1.3% റീകോമ്പിനൻസും കിട്ടി. അതെങ്ങനെയായിരിക്കും ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് റീകോമ്പിനന്റ് ടൈപ്പ് ഉണ്ടായത് എങ്ങനെയാണെന്നല്ലേ നോക്കണ്ടേ. അപ്പോൾ ഈ ഭാഗം നോക്കിയേ വേണ്ട, നമുക്ക് ഈ കണ്ടത് ഈ ഭാഗമാണ് കേട്ടോ. എങ്ങനെയായിരിക്കാം ഇങ്ങനൊരു കോമ്പിനേഷൻ വന്നത്? ഇങ്ങനെയൊരു കോമ്പിനേഷൻ വരണമെങ്കിൽ Y+ഉം Wയും കൂടി ഒരുമിച്ച് വരണം, അതുപോലെ തന്നെ YW+ഉം കൂടി ഒരുമിച്ച് വരണം, എന്നാൽ മാത്രമേ ഇങ്ങനൊരു കോമ്പിനേഷൻ വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന ജനറ്റിക് എക്സ്ചേഞ്ച് നടക്കണം. നമുക്കറിയാലോ, മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ മിയോസിസ് 1 ഡിവിഷന്റെ പ്രോഫേസ് 1 പാക്കറ്റീൻ സ്റ്റേജിൽ റീകോമ്പിനേസ് എൻസൈമിന്റെ പ്രസൻസിൽ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ലേ. അപ്പോൾ ആ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ട്, ഈ രണ്ട് ജീനിന്റെ ഇടയിൽ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും? എപ്പോഴും റീകോമ്പിനേഷൻ നടക്കുന്നത് എവിടെയാണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോമിലാണ്. ഇവിടെ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയാൻ പാകത്തിന് ഈ ഫീമെയിലിന്റെ ക്രോമസോം മാത്രമേ ഉള്ളൂ. ഇത് ഹെമിസൈഗസാ. ഇതിനകത്ത് ഹോമോലോഗസ് ക്രോമസോം അല്ല, ഒന്ന് എക്സും ഒന്ന് വൈയും ആയി, എൻറ്റയർലി ഡിഫറെന്റ് ക്രോമസോമാണ്. ഇവർ തമ്മിൽ ക്രോസ് ഓവറോ
റീകോമ്പിനേഷനും ഒന്നും നടക്കില്ല. പക്ഷെ ഇവിടെ ക്രോസ് ഓവറും റീകോമ്പിനേഷൻ നടക്കാം. ഇവിടെ ക്രോസ് ഓവറും റീകോമ്പിനേഷനും നടന്ന ഏത് തരത്തിലുള്ള ഗ്യാമീറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. See here, when the gametes are produced in the female parent, but after recombination the gamete it will be produced like this. ഇതിൻ്റെ അകത്ത് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ട 2X ക്രോമസോം ഉള്ള എഗ്ഗ് തന്നെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന 2X ക്രോമസോം നമുക്ക് ആദ്യം തന്നെ ഇവിടെ വരച്ചു വെക്കാം. എന്നിട്ട് ഇവിടെ റീകോമ്പിനേഷൻ നടന്ന ഈ യെല്ലോയിൻ്റെ ഇടയിൽ കൂടെ റീകോമ്പിനേഷൻ ഇങ്ങോട്ട് നടന്നു എന്നിരിക്കട്ടെ. ഇങ്ങനെ റീകോമ്പിനേഷൻ നടന്ന ഈ Y വന്നിട്ട് W+ൻ്റെ ഒപ്പം ജോയിൻ ചെയ്യും, അതുപോലെ ഈ W വന്ന് Yൻ്റെ ഒപ്പം ജോയിൻ ചെയ്യും. അപ്പം അങ്ങനത്തെ കേസിൽ ഉണ്ടാകുന്ന ഗ്യാമീറ്റിലിരിക്കുന്ന എക്സ് ക്രോമസോമിൽ YW+ എന്നൊരു കണ്ടീഷൻ ഉണ്ടാവില്ലേ? അതേപോലെ ഇവിടെയാണെങ്കിലോ Y+W എന്നൊരു കോമ്പിനേഷൻ ഉണ്ടാവില്ലേ? Y+W എന്നൊരു കോമ്പിനേഷൻ ഉണ്ടാവില്ലേ? ഒന്നുകൂടെ നോക്കിക്കേ, Yൻ്റെയും Wൻ്റെയും Y+ൻ്റെയും W+ൻ്റെയും ഇടയിലൊരു റീകോമ്പിനേഷൻ നടക്കണം. അതായത് ഈ Y നേരെ അതിൻ്റെ അടുത്ത ഈ ഒരു ടെയിൽ കൊണ്ടുവന്നിട്ട് നേരെ അത് ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുക. അതായത് ഒരു ട്വിസ്റ്റിംഗ് അങ്ങോട്ട് നടന്നു, ഒരു റീകോമ്പിനേഷൻ അങ്ങോട്ട് നടന്നു. റീകോമ്പിനേഷൻ നടന്നപ്പോൾ ഈ യെല്ലോ കളർ നേരെ താഴത്തേക്ക് വന്നു, ഈ ബ്ലൂ കളർ നേരെ മേലേക്ക് പോയി. അപ്പോൾ അത് എക്സാക്ട്ലി ഈ വൈയുടെയും ഡബ്ല്യൂയുടെയും ഇടയ്ക്കാണ് അവിടെ റീകോമ്പിനേഷൻ നടന്നതെങ്കിൽ എന്തായി? ഈ Y W+ൻ്റെയും കൂടെ കൂടും, ഈ Y+ Wൻ്റെയും കൂടെ കൂടും അല്ലേ? അപ്പോൾ Y W+ൻ്റെയും Y+ Wൻ്റെയും കൂടെ കൂടും. ഇങ്ങനൊരു പോസിബിലിറ്റിയും കൂടി ഇല്ലേ? അങ്ങനെ നടക്കാം അല്ലേ? ഇനി സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ റീകോമ്പിനേഷൻ്റെ റീകോമ്പിനേഷനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പേമിൽ ആകെ ഒറ്റ എക്സ് ക്രോമസോമേ മെയിലിൽ ആകെ ഒറ്റ എക്സ് ക്രോമസോമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അത് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റീകോമ്പിനേഷൻ എക്സിൻ്റെയും വൈയുടെയും ഇടയിൽ നടക്കാൻ പോകുന്നില്ല. കാരണം അത് രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് ക്രോമസോമാണ്. ഇനി ഇത് ഉണ്ടാക്കുന്ന പ്രോജനി എങ്ങനെയാണെന്ന് നോക്കിയേ. നമുക്ക് Y+W ആൻഡ് ദിസ് കണ്ടീഷൻ വി ഗോട്ട് അല്ലേ? നോക്കിയേ, Y+W ആൻഡ് ദിസ് Y ക്രോമസോം, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോജനിയാണിത്. അപ്പോൾ Y+W എന്ന് പറയുമ്പോൾ തന്നെ അതെന്തായി? ബ്രൗൺ ബോഡി വൈറ്റ് ഐ ആയി അല്ലേ? ബ്രൗൺ ബോഡി വൈറ്റ് ഐ. ബ്രൗൺ ബോഡി വൈറ്റ് ഐ എന്ന് പറയുന്നത് എന്താണ്? ഒരു റീകോമ്പിനൻ്റ് ആണ് അല്ലേ? നോൺ പാരൻ്റൽ ആണ്. ബ്രൗൺ ബോഡി റെഡ് ഐ ആയിരുന്നു വരേണ്ടത്, ബ്രൗൺ ബോഡി വൈറ്റ് ഐ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു റീകോമ്പിനൻ്റ് ആണ്. ഇനി അടുത്ത പ്രോജനി നോക്കിയേ, YW+ ഈ Y ക്രോമസോമുമായിട്ട് ജോയിൻ ചെയ്തു. കണ്ടത് ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ YW+ യെല്ലോ ബോഡി റെഡ് ഐ ആയിട്ട് മാറി. യെല്ലോ ബോഡി വൈറ്റ് ഐ ആയിരുന്നു വരേണ്ടത്, പക്ഷേ യെല്ലോ ബോഡി റെഡ് ഐ ആയിട്ട് മാറി. കാരണം YW+ ആണ് ഈ Y ക്രോമസോം കണ്ടെയ്നിങ് ചെയ്യുന്ന സ്പേമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നോക്കിയേ, നെക്സ്റ്റ് പ്രോജനി എങ്ങനെയാണെന്ന് നോക്കിക്കേ. Y+W YW കണ്ടെയ്നിങ് എക്സ് ക്രോമസോം കണ്ടെയ്നിങ് സ്പേമുമായിട്ട് ജോയിൻ ചെയ്തു. അതായത് ഈ Y+W അതുപോലെ തന്നെ ഒരു YW എക്സ് ക്രോമസോം കണ്ടെയ്നിങ് സ്പേമുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായ പ്രോജനി ഫീമെയിൽ പ്രോജനി ആയിരുന്നു. Y+W YW. ഇതെങ്ങനെയായിരിക്കും? ഇതും ഒരു ബ്രൗൺ ബോഡി വൈറ്റ് ഐ ആണ് അല്ലെ? ബ്രൗൺ ബോഡി വൈറ്റ് ഐ ഫീമെയിൽ ആണ്. അതേപോലെ തന്നെ ഈ YW+ഉം അതുപോലെ YWയും കൂടിയിട്ട് കമ്പൈൻ ചെയ്തു. YW+ഉം അതേപോലെ തന്നെ YWയും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ എന്തായി നോക്കിക്കേ, ഈ യെല്ലോ ബോഡീഡ് ആൻഡ് റെഡ് ഐഡ്. യെല്ലോ ബോഡി ആൻഡ് റെഡ് ഐ അല്ലല്ലോ ശരിക്കും പാരന്റൽ കോമ്പിനേഷൻ വരുന്നത്, ബ്രൗൺ ബോഡി ആൻഡ് റെഡ് ഐ അല്ലേ? അപ്പോൾ യെല്ലോ ബോഡി റെഡ് ഐ കോമ്പിനേഷൻ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോൺ പാരന്റൽ കോമ്പിനേഷൻ കാണാൻ കഴിയും. ഈ നോൺ പാരന്റൽ കോമ്പിനേഷൻ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? റീകോമ്പിനേഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് റീകോമ്പിനേഷൻ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് റീകോമ്പിനേഷൻ നടന്നാൽ മാത്രം ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? നോൺ പാരന്റൽ കോമ്പിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നോൺ പാരന്റൽ കോമ്പിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ആ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് റീകോമ്പിനേഷൻ രണ്ട് ജീനിൻ്റെ ഇടയിൽ നടന്നാൽ മാത്രമാണ് ആ ജീൻസ് സെപ്പറേറ്റ് ആയി പോവുകയും റീകോമ്പിനൻസിനെ നെക്സ്റ്റ് ജനറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുള്ളൂ. ഇപ്പം രണ്ട് ജീൻസ് വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ റീകോമ്പിനേഷൻ ചാൻസ് കുറയും. രണ്ട് ജീൻസ് വളരെ അകലെയാണെങ്കിൽ അവിടെ റീകോമ്പിനേഷൻ നടക്കാനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ്
TH മോർഗൻ്റെ എക്സ്പെരിമെൻ്റ് ഡ്രോസോഫിലയിലെ എക്സ് ക്രോമസോമിൽ കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെൻ്റ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് TH മോർഗൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. മറ്റേ മെൻഡൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ദ ടു ക്യാരക്ടേഴ്സ് ആർ ഇൻഡിപെൻഡൻ്റ്ലി സെഗ്രിഗേറ്റ് ഡ്യൂറിങ് ദ ഗാമീറ്റ് ഫോർമേഷൻ ആൻഡ് ഇറ്റ് വിൽ റീ അസംബിൾ randomly during the zygote formation എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോൺ പാരൻ്റൽ കോമ്പിനേഷൻ 16 6 ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. പക്ഷേ അത്രയും പെർസെൻറ്റേജ് ഒന്നും ഉണ്ടാവില്ല ഒരു ക്രോമസോമിൽ തന്നെയാണ് 2 ജീൻ ഇരിക്കുന്നതെങ്കിൽ. ഇനി ആ 2 ജീനും വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെ റീകോമ്പിനേഷൻ നടക്കാനുള്ളൊരു ഗ്യാപ്പ് ഇല്ലാന്നിരിക്കട്ടെ, ഇവിടെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഇങ്ങനെയായിരിക്കും, വളരെ റെയർ ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, വളരെ കുറച്ച് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഉള്ളൂ, 1.3% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഉള്ളൂ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലും അടുത്തായിരിക്കുന്നെങ്കിലോ അവിടെ റീകോമ്പിനേഷൻ ഒരുപക്ഷെ നടന്നില്ല എന്നും വരാം കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് സെക്കൻഡ് എക്സ്പെരിമെൻ്റ് നോക്കാം. ഇത് ഞാൻ 1 by 1 ആയിട്ട് പറയാം കേട്ടോ. അതായത് 1 by 1 സെൻറ്റൻസ് ആയിട്ട് ഞാൻ പറയാം. വായിക്കുന്നതിൻ്റെ ഒപ്പം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ പോവാം. ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. മോർഗൻ ക്യാരിഡ് ഔട്ട് സെവറൽ ഡൈഹൈബ്രിഡ് ക്രോസസ് ഇൻ ഡ്രോസോഫില ടു സ്റ്റഡി ജീൻസ് ദാറ്റ് വെയർ സെക്സ് ലിങ്ക്ഡ്. മോർഗൻ ഡ്രോസോഫിലയിൽ കുറേ സ്റ്റഡീസ് ക്യാരി ഔട്ട് ചെയ്തു. അതിനകത്ത് അദ്ദേഹം സെക്സ് ലിങ്ക്ഡ് ജീൻസിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ചെയ്തത്. എക്സ് ക്രോമസോമിൽ ലിങ്ക് ചെയ്തേക്കുന്ന ജീൻസിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ചെയ്തത്. ദ ക്രോസസ് വെയർ സിമിലർ ടു ഡൈഹൈബ്രിഡ് ക്രോസസ് ക്യാരിഡ് ഔട്ട് ബൈ മെൻഡൽ ഇൻ പേസ്. അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ് ഡൈഹൈബ്രിഡ് ക്രോസ് മെൻഡല് പീ പ്ലാന്റിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. എക്സാമ്പിൾ, മോർഗൻ ഹൈബ്രിഡൈസ് യെല്ലോ ബോഡി വൈറ്റ് ഐ ഫീമെയിൽ ടു ബ്രൗൺ ബോഡി റെഡ് ഐ മെയിൽ ആൻഡ് ഇന്റർ ക്രോസ് ദെയർ F1 പ്രോജനി. മോർഗൻ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് യെല്ലോ ബോഡി വൈറ്റ് ഐ ഫീമെയിൽ വിച്ച് ഈസ് റിസസീവ് ഹോമോസൈഗസ് ആൻഡ് ബ്രൗൺ ബോഡി റെഡ് ഐ മെയിൽ വിച്ച് ഈസ് ഹെമിസൈഗസ് ഇൻഡിവിജ്വൽ ഫോർ ദ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. അത് കഴിഞ്ഞതിനു ശേഷം F1 പ്രോജനി അദ്ദേഹത്തിന് കിട്ടിയ ഹൈബ്രിഡ് ആയിട്ടുള്ള ഫീമെയിലും ഡോമിനന്റ് ആയിട്ടുള്ള റിസസീവ് ആയിട്ടുള്ള മെയിലിനെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചു. F1 പ്രോജനിനെ ഇന്റർ ക്രോസ് ചെയ്യിപ്പിച്ചു. ഹി ഒബ്സർവ് ദാറ്റ് ദ ടു ജീൻസ് ഡിഡ് നോട്ട് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഈച്ച് അതർ ആൻഡ് ദ F2 റേഷ്യോ ഡീവിയേറ്റഡ് വെരി സിഗ്നിഫിക്കന്റ്ലി ഫ്രം ദ 9:3:3:1 റേഷ്യോ എക്സ്പെക്റ്റഡ് വെൻ ദ ടു ജീൻസ് ആർ ഇൻഡിപെൻഡന്റ്. അത് അദ്ദേഹം ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ F1 ക്രോസ് വിത്ത് F1 ചെയ്തപ്പോൾ F1 പ്രോജനീസിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ 9:3:3:1 റേഷ്യോയിൽ കിട്ടേണ്ടത് അദ്ദേഹത്തിന് 9:3:3:1 റേഷ്യോയിൽ കിട്ടിയില്ല. അതായത് 2 ജീൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നോൺ പേരൻ്റൽ കോമ്പിനേഷൻ അദ്ദേഹത്തിന് കിട്ടിയില്ല. മോർഗൻ ആൻഡ് ഹിസ് ഗ്രൂപ്പ് ന്യൂ ദാറ്റ് ദ ജീൻസ് വെയർ ലൊക്കേറ്റഡ് ഓൺ ദ എക്സ് ക്രോമസോം. മോർഗനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രൂപ്പും അവർക്ക് അറിയാമായിരുന്നു ഈ ക്രോമസോം ഉള്ളത് എക്സ് ക്രോമസോമിലാണ്. ആൻഡ് സോ ക്വിക്ലി ദാറ്റ് വെൻ ദ 2 ജീൻസ് ഇൻ എ ഡൈഹൈബ്രിഡ് ക്രോസ് വെയർ സിറ്റുവേറ്റഡ് ഓൺ ദ സെയിം chromosome, the proportion of parental gene combination were much higher than the non-parental type. അത് ഒരു ക്രോമസോമിൽ തന്നെ 2 ക്യാരക്ടറും ഇരിക്കുന്നത് കൊണ്ട് അവർ നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ F2 ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ പാരൻ്റൽ കോമ്പിനേഷനാണ് നോൺ പാരൻ്റൽ കോമ്പിനേഷനേക്കാൾ ഒരുപാട് കൂടുതൽ വന്നു. നോൺ പാരൻ്റൽ കോമ്പിനേഷൻ ഓൾമോസ്റ്റ് വളരെ കുറവായിട്ടായിരുന്നു അവർക്ക് കിട്ടിയത്. Morgan attributed this due to the physical association or linkage of the 2 genes and coined the term linkage to describe this physical association of genes on a chromosome and the term recombination to describe the generation of non-parental gene combination. അദ്ദേഹം ഇതിനോട് കാരണമായിട്ട് പറഞ്ഞത്, അതായത് പാരൻ്റൽ റേഷ്യോ പാരൻ്റൽ ക്യാരക്ടർ കൂടുതലായിട്ട് കിട്ടാനുള്ള കാരണം ഒരു 2 ജീൻസ് ഒരു 2 ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന 2 ജീൻസ് ഒരേ ക്രോമസോമിൽ തന്നെ ഇരിക്കുകയും ആ 2 ജീൻസ് വളരെ അടുത്തടുത്തിരിക്കുന്നത് കൊണ്ട് അത് സെഗ്രിഗേറ്റ് ആവാൻ റീകോമ്പിനേഷൻ വഴി സെഗ്രിഗേറ്റ് ആവാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടും ആ 2 ജീൻസും ലിങ്ക്ഡ് ജീൻസ് എന്നും ആണ് അദ്ദേഹം വിളിച്ചത്. അത് 2 അടുത്തടുത്തിരിക്കുന്നതിന് ലിങ്കേജ് എന്ന് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തു. അതായത് ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ദ 2 ജീൻസ് ഇൻ ദ സെയിം ക്രോമസോം, അതിനെയാണ് നമ്മൾ ലിങ്കേജ് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ റീകോമ്പിനേഷൻ വഴിയാണ് നോൺ പാരൻ്റൽ ജീൻ കോമ്പിനേഷൻ അവിടെ ഉണ്ടാകുന്നത്. ഒരേ ക്രോമസോമിലാണ് ഇരിക്കുന്നതെങ്കിലും നോൺ പാരൻ്റൽ കോമ്പിനേഷൻ ഉണ്ടാവാൻ കാരണം റീകോമ്പിനേഷനാണ്. റീകോമ്പിനേഷൻ
റീകോമ്പിനേഷൻ നടക്കുന്നത് മിയോട്ടിക് ഡിവിഷൻ, ഗാമീറ്റ് ഫോർമേഷൻ നടക്കാൻ വേണ്ടി മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ അതിൻ്റെ പ്രോഫേസ് 1 പാക്കറ്റീൻ സ്റ്റേജിലാണ് ഈ പറയുന്ന റീകോമ്പിനേഷൻ നടക്കുന്നത്. മോർഗൻ ആൻഡ് ഹിസ് ഗ്രൂപ്പ് ഓൾസോ ഫൗണ്ട് ദാറ്റ് ഈവൻ വെൻ ജീൻസ് വെയർ ഗ്രൂപ്ഡ് ഓൺ ദ സെയിം ക്രോമസോം സം ജീൻസ് വെയർ വെരി ടൈറ്റ്ലി ലിങ്ക്ഡ് ഷോ വെരി ലോ റീകോമ്പിനേഷൻ വൈൽ അതേഴ്സ് വെയർ ലൂസ്ലി ലിങ്ക് ഷോ ഹയർ റീകോമ്പിനേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ക്രോമസോമിലിരിക്കുന്ന ചില ജീൻസ് വളരെ ക്ലോസ് ആയിട്ട് ലിങ്ക് ചെയ്തായിരിക്കുന്നത്, ചില ജീൻസ് വളരെ ലൂസായിട്ട് ലിങ്ക് ചെയ്തായിരിക്കുന്നത്. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് ലിങ്ക് ചെയ്തതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കണ്ടത് കേട്ടോ. അതായത് 98.7% പാരൻ്റൽ ടൈപ്പും 1.3% റീകോമ്പിനേഷനും കണ്ടത്. അപ്പോൾ റീകോമ്പിനേഷൻ എത്ര റീകോമ്പിനൻ്റ് ഉണ്ടാവുന്നുണ്ടോ, എത്ര പെർസെൻറ്റേജ് റീകോമ്പിനൻ്റ് ഉണ്ടാവുന്നുണ്ടോ അതിന് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് ജീൻസ്, റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് ജീൻസ് വെൽ സെപ്പറേറ്റഡ് ആണ്, അതായത് അത് ലൂസ്ലി ലിങ്ക്ഡ് ആണ്, അത് രണ്ടും കൂടി അടുത്തടുത്തല്ല ഇരിക്കുന്നതെന്ന്. എന്നാൽ റീകോമ്പിനൻസിൻ്റെ നമ്പർ കൂടുകയും റീകോമ്പിനൻസിൻ്റെ നമ്പർ കുറയുകയും റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറവും കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, അവിടെ ആ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രണ്ട് ജീൻസും വളരെ ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രോസിൽ, അതായത് ബ്രൗൺ ബോഡി റെഡ് ഐ ആൻഡ് യെല്ലോ ബോഡി വൈറ്റ് ഐ, ആ ഒരു ക്രോസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ബോഡി കളറിനെയും അതേപോലെ തന്നെ ഐ കളറിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് ജീൻസ് വളരെ അടുത്തായിരിക്കുന്നത്. അവരുടെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1.3% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 1.3 മാപ്പ് യൂണിറ്റ് സെപ്പറേറ്റഡ് ആണ് ഈ രണ്ട് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ ഹിയർ ഇറ്റ് ഹാസ് റിട്ടൺ, for example, he found that the genes white and yellow were very tightly linked and showed only 1.3% recombination, while white and miniaturing, അത് അടുത്തതിനകത്ത് കേട്ടോ, അടുത്ത എക്സ്പെരിമെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. അതായത് വൈറ്റ് ഐ ഉള്ള നോർമൽ വിങ്ങും അതുപോലെ തന്നെ മിനിയേച്ചർ വിങ് ഉള്ളതും, അതായത് ചെറിയ ചിറകും ഐ കളറ് വൈറ്റും ഉള്ളതുമായിട്ട് ഉള്ള ഡ്രോസോഫിലേനെ റെഡ് ഐയും അതുപോലെ നോർമൽ വിങ്ങുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ച ഒരു എക്സ്പെരിമെൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് സെക്കൻഡ് എക്സ്പെരിമെൻറ്റിനാണ് 37.2% റീകോമ്പിനേഷൻ കാണിച്ചത്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ 1.3% റീകോമ്പിനേഷനാണ് കാണിച്ചത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആദ്യത്തെ കേസിൽ 1.3% റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഹിസ് സ്റ്റുഡൻറ്റ് ആൽഫ്രഡ് സ്റ്റർട്ടീവൻറ്റ് യൂസ് ദ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ദ ജീൻ പെയേഴ്സ് ഓൺ ദ സെയിം ക്രോമസോം ആസ് എ മെഷർ ഓഫ് ദ ഡിസ്റ്റൻസ് between the two genes and mapped their position on the chromosome. അദ്ദേഹം ആ റീകോമ്പിനൻസിൻ്റെ നമ്പർ, ആ റീകോമ്പിനേഷൻ ഫ്രീക്വൻസിനെ കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, രണ്ട് ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അതായത് ആ രണ്ട് ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസും ആ ഒരു ക്രോമസോമിൽ എങ്ങനെയാണ് ജീനിനെ മാപ്പ് ചെയ്യുന്നത് എന്നും ആ ജീനിൻ്റെ അറേഞ്ച്മെൻറ്റ്, ജീനിൻ്റെ ഓർഡർ എങ്ങനെയാണ് എന്നും അദ്ദേഹത്തിന് പ്രപ്പോസ് ചെയ്യാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കേട്ടോ. Today, genetic map are extensively used as a starting point in the sequencing of whole genome as was done in the case of human genome sequencing project described later. അതായത് ഇന്ന് നമ്മൾ ഈ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വച്ച് ജീനിൻ്റെ ഓരോന്നിൻ്റെയും ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, ജീൻ സീക്വൻസിങ്ങിൽ ഒക്കെ ഒരു പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ജീനിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് വെച്ച് നമുക്ക് ആ ജീനിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. ആ ജീനിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വെച്ചാണ് ജീനിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കുന്നത്. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറവാണെന്നുണ്ടെങ്കിൽ ജീൻ വളരെ അടുത്തായിരിക്കുന്നത്, റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ജീൻ അകൽന്നാണ് ഇരിക്കുന്നത്. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് രണ്ട് ഹൈബ്രിഡ്സിനെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ അതിന് എന്താ പറയുക, റീകോമ്പിനൻസ് ഉണ്ടാകുന്ന റീകോമ്പിനൻസിൻ്റെ നമ്പറാണ് അവിടെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 100 എണ്ണത്തിൽ 1.3% ഡ്രോസോഫില റീകോമ്പിനൻ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി 1.3 ആണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ജീനും തമ്മിൽ സെപ്പറേറ്റ് അയക്കുന്ന 1.3 മാപ്പ് യൂണിറ്റ് ആണ് ഇത് രണ്ടും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ചത് എന്താണ്, ഈ TH മോർഗനും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റർട്ടീവൻറ്റ് കൂടിയിട്ടാണ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ ദ ജീൻ പെയേഴ്സ് ഓഫ് ദ ക്രോമസോം മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ജീൻസ് എന്ന് പറഞ്ഞതും അതേ
അതേപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ, ജീനിൻ്റെ പൊസിഷൻ മാപ്പ് ചെയ്തതും ഈ പറയുന്ന സയൻറ്റിസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷനിൽ പറയുന്നത്. ഇനി അതിൻ്റെ ഇടയിൽ നമ്മളൊരു 37.2% റീകോമ്പിനേഷൻ സെക്കൻഡ് കേസിൽ കണ്ടു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ആ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് നമ്മൾ നോക്കിയിട്ടില്ല. ഈ ഒരു സെഷൻ ഇത്തിരി നീളമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലിങ്കേജും റീകോമ്പിനേഷനും ആ ഒരു സെഷനിൽ തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെഷനിൽ തീർക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് നോക്കിയേ, ക്രോസ് ബി. അതായത് വൈറ്റ്, ഇവിടെ ഐ കളറും അതുപോലെ തന്നെ അതിൻ്റെ ചിറകിൻ്റെ നേച്ചറുമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ അവിടെ ഹോമോലോഗസ് റിസസീവ് ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തിട്ടുള്ളത് ഫീമെയിലിനെയും അതേപോലെ തന്നെ ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തിട്ടുള്ളത് മെയിലിനെയാണ്. എക്സ് ക്രോമസോമിൽ തന്നെയാണ് ഈ രണ്ട് ജീനും ഇരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ഐ മിനിയേച്ചർ വിങ്, ചെറിയ വിങ് ഉള്ളതും വൈറ്റ് ഐ ഉള്ളതായ രണ്ട് റിസസീവ് ക്യാരക്ടർ, ഹോമോലോഗസ് റിസസീവ് ക്യാരക്ടർ എവിടെ കൊണ്ടുവന്നു? ഫീമെയിൽ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഹെമിസൈഗസ് കണ്ടീഷൻ ആയിട്ടുള്ള മെയിലിനെ ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടി സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഡോമിനന്റ് ക്യാരക്ടറാണ് കൺസിഡർ ചെയ്ത് റെഡ് ഐ ആൻഡ് നോർമൽ വിങ്. ഇവിടെ ഈ വൈറ്റ് ഐ, ഇത് റെഡ് ഐ. അതേപോലെ തന്നെ മിനിയേച്ചർ വിങ്, നോർമൽ വിങ്. മിനിയേച്ചറിന്റെ എം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, M+ ആണ് നോർമൽ വിങ്ങിന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവര് ഫസ്റ്റ് പ്രോജനി ഉണ്ടാക്കുമ്പോൾ, ഫസ്റ്റ് ജനറേഷൻ ഉണ്ടാക്കുമ്പോൾ ഇവരുണ്ടാക്കുന്ന എഗ്, ഇവരിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ് എന്ന് പറയുന്നത് എല്ലാം എക്സ് ക്രോമസോം കണ്ടെയ്നിങ് എഗ് ആയിരിക്കും. ആ എക്സ് ക്രോമസോമിൽ എല്ലാം എങ്ങനെയായിരിക്കും? YW ആയിരിക്കും അതിൻ്റെ ജീൻസിനെ, അതായത് ഐ കളറിനെയും അതുപോലെ തന്നെ YW അല്ല YM, ഐ കളറിനെയും അതുപോലെ തന്നെ വിങ്ങിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് യെല്ലോ ഐ, Y അല്ല കേട്ടോ, W, വൈറ്റ് ഐ ആൻഡ് മിനിയേച്ചർ വിങ്. പോലെ വൈറ്റ് ഐ ആൻഡ് മിനിയേച്ചർ വിങ്, ഞാൻ പറഞ്ഞ് മാറിപ്പോയതാണ്. വൈറ്റ് ഐ ആൻഡ് മിനിയേച്ചർ വിങ് ആണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിന്നുണ്ടാകുന്ന സ്പേംസ് എന്ന് പറയുന്നത് കണ്ട എക്സ് ക്രോമസോം കണ്ടെയ്നിങ്ങും ഉണ്ടാവും, അതുപോലെ തന്നെ Y ക്രോമസോം കണ്ടെയ്നിങ് സ്പേം ഉണ്ടാവും. എക്സ് ക്രോമസോം കണ്ടെയ്നിങ് സ്പേമിൽ W+ഉം M+ഉം ആയിരിക്കും. അതായത് റെഡ് ഐയും അതുപോലെ നോർമൽ വിങ്ങും ആയിരിക്കും ഇതിൻ്റെ എക്സ് ക്രോമസോമിലിരിക്കുന്ന. ഇത് Y ക്രോമസോം. ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്താൽ കണ്ടോ, WM, W+M+. ഇതും കൂടി ഫ്യൂസ് ചെയ്ത പ്രോജനി അത് ഈ ഇരിക്കുന്നത് WM, W+M+. അതായത് ഹൈബ്രിഡ് ഓഫ് ദ ഫീമെയിൽ, ഹൈബ്രിഡ് ഫീമെയിൽ വിത്ത് ഡോമിനന്റ് ക്യാരക്ടർ, അതായത് റെഡ് ഐ ആൻഡ് നോർമൽ വിങ്, ബട്ട് ബോത്ത് ആർ ഹെട്രോസൈഗസ് കണ്ടീഷൻ. ഇത് രണ്ടും ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. ഇനി നോക്കിക്കേ, ഈ WM-ഉം ഈ വൈയും കൂടി ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഇൻഡിവിജ്വലാണ് ഈ കാണുന്നത്. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ ഇൻഡിവിജ്വൽ ഉണ്ടായിട്ടുള്ളത്. അതായത് WM and Y chromosome containing a male which is recessive. ഇനി F2 പ്രോജനി ഉണ്ടാവുമ്പോൾ പേരന്റൽ ടൈപ്പ് 62.8%, റീകോമ്പിനന്റ് ടൈപ്പ് 37.2% ആണ് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ മെൻഡലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസിൽ 9:3:3:1 റേഷ്യോയിൽ 6 ഔട്ട് ഓഫ് 16 ആണ് റീകോമ്പിനന്റ് എന്ന് പറയുന്നത്. 6 ഔട്ട് ഓഫ് 16 എന്ന് പറയുന്നത് 37.5 ആണ്. 37.5% റീകോമ്പിനൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇത് രണ്ട് ജീനിലായിരിക്കുന്നതെന്ന് അറിയാം. ഒന്ന് ഫസ്റ്റ് ക്രോമസോമിൽ, ഒന്ന് 7th ക്രോമസോമിലായിരിക്കുന്നത് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ആ രണ്ട് ക്രോമസോമിൽ എന്തായാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആവുന്നത്. അതുകൊണ്ട് നമുക്ക് 37.5% എക്സ്പെക്ട് ചെയ്യാം. അതേസമയം ഇതെങ്ങനെയായിരിക്കുന്നത്? ഇതിരിക്കുന്നത് ഒരു ക്രോമസോമിൽ തന്നെ, എന്നാലും ഇതിൻ്റെയൊക്കെ അടുത്തടുത്ത് റീകോമ്പിനൻസ് കാണിക്കുന്നുണ്ട്. 37.2% റീകോമ്പിനൻസ് കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? സീ ഹിയർ, ഇവിടെ പേരന്റൽ കോമ്പിനേഷൻ കാണിക്കാനുള്ള കാരണം എന്താണ്? ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ് WM കണ്ടെയ്നിങ് എക്സ് ക്രോമസോം കണ്ടെയ്നിങ് എഗ് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ W+M+ കണ്ടെയ്നിങ് എക്സ് ക്രോമസോം കണ്ടെയ്നിങ് എഗ്ഗും പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം WM കണ്ടെയ്നിങ് എക്സ് ക്രോമസോം കണ്ടെയ്നിങ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ Y ക്രോമസോം കണ്ടെയ്നിങ് സ്പേമും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ W+M+ഉം അതുപോലെ Y ക്രോമസോമും കൂടി കൂടിയിട്ട് W+M+ഉം Y ക്രോമസോമും കൂടി കൂടിയ അതാണ് ഈ കാണുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നെക്സ്റ്റ് WM+Y ക്രോമസോം, ഇത് രണ്ടും കൂടി കൂടിയതാണ് ഈ കാണുന്നത് രണ്ടാമത്തത് കേട്ടോ. ഇനി ഈ W+M+ ആൻഡ് W+M+ ആൻഡ് WM, ഇങ്ങനൊരു കോമ്പിനേഷനാണ് അടുത്ത് ഈ കാണിച്ചേക്കുന്നത്. അതേപോലെ തന്നെ WM ആൻഡ് WM, ഇത് രണ്ടും കൂടി കൂടിയൊരു കോമ്പിനേഷനാണ്
ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ പേരൻ്റൽ കോമ്പിനേഷൻ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നോൺ പേരൻ്റൽ കോമ്പിനേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നോക്കണം. അപ്പോൾ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ റീകോമ്പിനേഷൻ നടക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതെങ്ങനെ സെപ്പറേറ്റ് ആയി പോകും. സെപ്പറേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിലുള്ള ഇൻഡിവിജ്വലിനെ ആയിരിക്കും കിട്ടുക. അതായത് വൈൽഡ് ടൈപ്പ് മെയിൽ, അതായത് റെഡ് ഐ വിത്ത് നോർമൽ വിങ് മെയിൽ, അതേപോലെ തന്നെ വൈറ്റ് ഐ വിത്ത് മിനിയേച്ചർ വിങ് മെയിൽ, റെഡ് ഐ വിത്ത് നോർമൽ വിങ് ഫീമെയിൽ ദാറ്റ് ഈസ് ഹെട്രോസൈഗസ്, വൈറ്റ് ഐ വിത്ത് മിനിയേച്ചർ വിങ് ഫീമെയിൽ വിച്ച് ഈസ് ഹോമോസൈഗസ്. അങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടും. ഇനി റീകോമ്പിനൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഇനി റീകോമ്പിനൻസ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ റീകോമ്പിനേഷൻ നടക്കാൻ ചാൻസ് ഉള്ളത് ഈ പേരൻറ്റിൽ മാത്രമാണ്. അതേപോലെ ഈ പേരൻറ്റിൽ റീകോമ്പിനേഷൻ നടക്കില്ല, കാരണം ഇത് ഹെമിസൈഗസ് കണ്ടീഷനാണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ് എന്ന് പറയുന്നത് WM+ കണ്ടെയ്നിങ് എക്സ് ക്രോമസോം കണ്ടെയ്നിങ് എഗ് ആയിരിക്കാം. WM+ കണ്ടെയ്നിങ് എക്സ് ക്രോമസോം കണ്ടെയ്നിങ് എഗ്. കാരണം എന്താ, ഈ ഡബ്ല്യുവിൻ്റെ എമ്മിൻ്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ വന്നിട്ട് അത് റീകോമ്പിനേഷൻ നടക്കാം. ഇവിടെ വന്ന് റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ WM+ ആയിട്ട് ജോയിൻ ചെയ്യും. അതേപോലെ ഇങ്ങോട്ടും റീകോമ്പിനേഷൻ നടക്കാം. ഇങ്ങോട്ട് റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, W+M ആയിട്ടും ജോയിൻ ചെയ്യും. അപ്പോൾ WM+ കണ്ടെയ്നിങ് എക്സ് ക്രോമസോമും ഉണ്ടാവും, WM കണ്ടെയ്നിങ് എക്സ് ക്രോമസോമും ഉണ്ടാവും. അപ്പോൾ നോക്കിയേ, WM+ കണ്ടെയ്നിങ് എക്സ് ക്രോമസോം ആൻഡ് W+M കണ്ടെയ്നിങ് എക്സ് ക്രോമസോമും ഉണ്ടാവാം. അതേപോലെ ഇത് ഈ WM+ എക്സ് കണ്ടെയ്നിങ് എക്സ് ക്രോമസോം WM കണ്ടെയ്നിങ് എക്സ് ക്രോമസോമുമായിട്ട് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ Y ക്രോമസോമും ആയിട്ട് ജോയിൻ ചെയ്യാം, സ്പെർമുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ. സോ ഹിയർ ഈ ഒരു കോമ്പിനേഷൻ നോക്കുമ്പോൾ W+M when it combined with Y chromosome, കേട്ടോ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാകുന്ന പ്രോജനി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അതേപോലെ തന്നെ അടുത്തത് WM+ ആൻഡ് Y, ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് WM+ ആൻഡ് Y കോമ്പിനേഷൻ ഉണ്ടാവാം. അതേപോലെ W+M ആൻഡ് WM ആൻഡ് WM, അതായത് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ഉണ്ടാകുന്ന പ്രോജനിയാണ് ഈ കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ അടുത്തത് WM+ ആൻഡ് WM. സി ഹിയർ, WM+ ആൻഡ് WM ഇതും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഈ പ്രോജനി ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലൊരു കോമ്പിനേഷനും കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടുന്നത് നമുക്കറിയാം. പക്ഷേ ഇവിടെ കിട്ടിയേക്കുന്നതോ 37.2%. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താ, 37.2% റീകോമ്പിനൻസ് ഉണ്ട്, 37.2% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഉണ്ട്, 37.2% റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ 37.2 മാപ്പ് യൂണിറ്റ് ഈ രണ്ട് ജീൻസും സെപ്പറേറ്റഡ് ആണ്. അത് അകന്നിരിക്കുന്ന രണ്ട് ജീനാണ് ഒരു ക്രോമസോമിൽ തന്നെ. അതുകൊണ്ടാണ് അത് ലൂസ്ലി ലിങ്ക്ഡ് ജീനാണ്. അതുകൊണ്ടാണ് അത് അത്രയും റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കാണിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വെച്ച് എങ്ങനെ പോയാലും 37.5% റീകോമ്പിനേഷൻ കാണിക്കും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീകോമ്പിനൻസ് ഉണ്ടാവും എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഈ TH മോർഗന്റെ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെന്റിൽ നമുക്ക് 1.3% കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ Yയും Wയും അല്ലെങ്കിൽ Y+W+ ബോഡി കളറും ഐ കളറും റെപ്രസെന്റ് ചെയ്യുന്ന ജീൻസ് വളരെ അടുത്താണ് ഇരിക്കുന്നതെന്നും റീകോമ്പിനേഷൻ അതിൻ്റെ ഇടയിൽ നടക്കുന്ന വളരെ റെയർ ആയിട്ടാണെന്നും മനസ്സിലാക്കാം. അതേസമയം രണ്ടാമത്തെ കേസിൽ ഐ കളറും അതുപോലെ തന്നെ വിങ്ങിൻ്റെ നേച്ചറും അത് കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ഇരിക്കുന്ന വളരെ അകന്നാണെന്നും ആ അകന്നിരിക്കുന്ന ജീൻസിൻ്റെ ഇടയിൽ കൂടെ രണ്ട് ക്രോമസോംസ് എങ്ങനെ സെപ്പറേറ്റ് ആയി രണ്ട് റീകോമ്പിനൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീകോമ്പിനൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതേ തരത്തിൽ അത്രയും സ്ട്രെങ്തോട് കൂടി തന്നെ അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് റീകോമ്പിനൻസിനെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതിന് മാത്രം ഗ്യാപ്പ് ആ രണ്ട് ജീൻസിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് റീകോമ്പിനേഷൻ ഇവരുടെ ഇടയിൽ ഈസി ആയിട്ട് നടക്കാൻ കഴിയും എന്നും 37.2% റീകോമ്പിനേഷൻ ഇവരുടെ ഇടയിലുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ആ 37.2% റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏകദേശം 37.5% രണ്ട് ഡിഫറെൻറ്റ് ക്രോമസോമിൽ ജീൻ ഇരുന്ന് സെഗ്രിഗേറ്റ് ആവുന്ന എങ്ങനെയാണോ അതേ എഫിഷ്യൻസിയോടെ ഇവിടെ രണ്ട് ജീൻസ് അകന്നിരുന്നാലും സെഗ്രിഗേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടുന്തോറും ലിങ്കേജ് കുറയും.
റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറയും തോറും ലിങ്കേജ് കൂടും, ഓർത്തിരുന്നോളാം കേട്ടോ. ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ അത് തമ്മിലുള്ള റിലേഷൻ അതാണ്. ലിങ്കേജ് കൂടും തോറും റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറയും, ലിങ്കേജ് കുറയും തോറും റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കൂടും. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിൽ ഇത്രയും മതി. ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാത്തവർ നമുക്ക് ഇതിൻ്റെ ഡൗട്ട് ചോദിച്ചോളണം കേട്ടോ. ആ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ.